നമസ്കാരം. വടക്കൻ ഗാസയിലെ അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. നിരവധി അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 20 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ബെയ്ത് ഹനൂനിലെ ഖലീൽ അവീദിയ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബെയ്ത് ലഹിയ, ജബാലിയ എന്നിവിടങ്ങളിലും കനത്ത ആക്രമണം ഉണ്ടായി. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഒരു ബ്ലോക്ക് മുഴുവൻ ബോംബിങ്ങിൽ തകർന്നു. ക്യാമ്പിലെ ഒരു വീട്ടിൽ മാത്രം 15 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ റഫയിൽ 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 84-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേരെ കാണാതായതായും ഗാസയിലെ സർക്കാർ വാർത്താ ഏജൻസി അറിയിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പ് നാമാവശേഷമായി. ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതേസമയം 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷമുണ്ടായ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,000 അടുക്കുന്നു. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതുവരെ കൊല്ലപ്പെട്ടവർ 44,976 പേരാണ്. പരിക്കേറ്റവർ 1,06,079. അതേസമയം സിറിയയിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. തലസ്ഥാനമായ ദമാസ്കസിലും പരിസരങ്ങളിലും ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. സിറിയൻ സൈനിക കേന്ദ്രങ്ങളിലും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളിലുമെല്ലാം രൂക്ഷമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. സിറിയയുടെ ഭൂഗർഭ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മിസൈൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. ഒരാഴ്ച മുമ്പ് വിമതർ സിറിയയിൽ മുന്നേറ്റം നടത്തി അസദ് സർക്കാരിനെ അട്ടിമറിച്ചതോടെയാണ് ഇസ്രായേലും സിറിയയിലേക്ക് സൈനിക നടപടിയുമായി രംഗത്തെത്തിയത്. സിറിയയുടെ രാസായുധ നിർമ്മാണ കേന്ദ്രങ്ങളും തകർത്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ആഴ്ച അവകാശപ്പെട്ടിരുന്നു. കൂടാതെ രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അവർ തകർത്തിരുന്നു. കൂടാതെ നാവികസേനയുടെ നിരവധി കപ്പലുകളും അവർ ആക്രമിച്ച് കടലിൽ മുക്കിയിരുന്നു. സിറിയയുടെ കൈവശമുള്ള ആയുധങ്ങൾ തീവ്രവാദ സംഘടനകളുടെ കൈകളിൽ എത്താതിരിക്കാനാണ് ഇത്തരത്തിൽ ശക്തമായ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രായേൽ വ്യക്തമാക്കിയത്. സിറിയയിൽ അസദിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ വിമതന്മാരിൽ പലരും തീവ്രവാദ പശ്ചാത്തലമുള്ളവരാണെന്ന കാര്യവും ഇക്കാര്യത്തിന് ആക്കം കൂട്ടുന്നതാണ്. സിറിയയുടെ 80% പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നായിരുന്നു 2 ദിവസം മുമ്പ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈന്യം വടക്കൻ ദമാസ്കസിലെ ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനവും സൈന്യത്തിന്റെ വിമാനത്താവളവും തകർത്തു എന്നാണ്. വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മിസൈൽ കേന്ദ്രവും തകർക്കപ്പെട്ടിരുന്നു. ഇറാനുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന സിറിയയുടെ തകർച്ച അവർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഹിസ്ബുള്ള ഭീകരർക്ക് ഇറാൻ ആയുധം എത്തിക്കുന്നത് സിറിയ വഴിയാണെന്നായിരുന്നു ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. സിറിയയിലെ സർക്കാർ തകർന്നതോടെ അവർക്ക് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എല്ലാം ലഭിക്കുന്ന ആയുധ സഹായം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. സിറിയയിലെ പുതിയ ഭരണകൂടവുമായി യോജിച്ചു പോകുന്നതിന് തങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. ഇതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി രംഗത്ത് വന്നിരുന്നു. സിറിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തിരിച്ചടിക്കുമെന്ന സൂചന അദ്ദേഹം നൽകിയത്. സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന് മുന്നിൽ ഇനി ഒഴിവുകഴിവുകളില്ല. IDF ആക്രമണങ്ങൾ പരിധി കടന്നെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ന്യായങ്ങൾ ഇനി നിലവിലില്ല. വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയൻ സാഹചര്യം പുതിയ സംഘർഷങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും ജുലാനി പറഞ്ഞു. കൂടുതൽ നാശമുണ്ടാക്കുന്ന സംഘർഷങ്ങളിലേക്ക് സിറിയയെ വലിച്ചഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും സിറിയയുടെ പുനർനിർമ്മാണമാണ് തന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ രാജ്യത്തെ ഒരു ആക്രമണ വേദിയാക്കി മാറ്റിയതിന് പിന്നിൽ ഇറാനാണ്. എന്നാലും അവരുമായി ശത്രുത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സിറിയയിൽ ഇറാന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇറാനിയൻ ജനതയുടെ ശത്രുതയില്ലെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്.